ഇപ്പോൾ പറഞ്ഞ സന്ദേശം ഉം. ഇവിടുത്തെ ഈ തലമുറയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്കും ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ മുഴുവൻ ആളുകളും ആ സന്ദേശം സ്വീകരിക്കുകയാണെങ്കിൽ വരുന്ന തലമുറയെങ്കിലും ഇവിടെ നന്നായി വളരാനുള്ള അവസരം ഉണ്ടാവും. അതായത് നമ്മൾ മതം മാറിയിട്ട് കാര്യമില്ല, ജാതി മാറിയിട്ട് കാര്യമില്ല, പാർട്ടി മാറിയിട്ട് കാര്യമില്ല, പ്രസ്ഥാനങ്ങൾ മാറിയിട്ട് കാര്യമില്ല, സംഘടനാ സംവിധാനങ്ങൾ മാറിയിട്ട് കാര്യമില്ല, നമ്മുടെ നേതാക്കന്മാര് മാറിയിട്ടും വലിയ കാര്യമില്ല. നമ്മളുടെ ആഹാരം മാറണം അല്ലേ? ആഹാരം മാറിയേ പറ്റൂ. ലോകത്ത് എവിടെയെല്ലാം കലാപം നടക്കുന്നുണ്ടോ അവിടുത്തെ ഔദ്യോഗിക ഭക്ഷണം എന്താണ് എന്ന് മാത്രം ചിന്തിച്ചാൽ ഇതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്. നമ്മള് ഹിംസാത്മകമായിട്ട് മാറുന്നത് നമ്മൾ ശവാഹാരം കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ ഭക്ഷണ രീതികളാണ്. ആ ഭക്ഷണ രീതികള് നമ്മളുടെ മാതൃത്വത്തെ തിരിച്ച് നമുക്ക് നൽകും. അപ്പോൾ മാതൃത്വം നമ്മളുടെ സ്ത്രീകളിലേക്ക് തിരിച്ചു കിട്ടിയാൽ അത് നമ്മളുടെ മക്കളെ പുനർജനിപ്പിക്കാൻ കാരണമാകും. ഇപ്പൊ നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത്ര ഭയാനകമാണ്. നമ്മളുടെ മക്കളുടെ ആ ഓമനത്വം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അവരുടെ ചുണ്ടിലേക്ക് വെക്കുന്നത് കട്ടൻ ബീഡിയോ അല്ലെങ്കിൽ കഞ്ചാവോ പെത്തലീനോ ബ്രൗൺ ഷുഗറോ മദ്യമോ ഒന്നുമല്ല. നല്ല പാല്, നല്ല ഭക്ഷണം, നല്ല നട്ട്സ്, നല്ല ദ്രവ്യങ്ങള്, നല്ല ധാന്യങ്ങള്, നല്ല ഫ്രൂട്ട്സ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് അവര് കഴിക്കട്ടെ. ശവത്വം അവരെ ശിവത്വമില്ലാത്തവരാക്കും, ഉറപ്പാണ്. ആഹാര രീതി മാറുക, ആഹാരത്തിന്റെ ഇനം മാറുക, ആഹാരം എന്താണ് കഴിക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ട് കഴിക്കുക. നമ്മളുടെ അടുക്കളകൾ യാഗശാല പോലെയാകണം. ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അറവശാലകളാവരുത്. അറവശാലകളോ ശവം കുത്തിച്ചുടുന്നവരോ ശവം സൂക്ഷിക്കുന്നവരോ ശവം വെട്ടുന്നവരോ ശവം നാറുന്നവരോ ആകുന്ന നമ്മുടെ മാതൃക്കള് മൃത്യുവിനെ വിളിച്ചു വരുത്തുന്നവരാണ്, മൃത്യുവിന് കാവലിരിക്കുന്നവരാണ്. ശവത്തിന്റെ മുന്നിൽ അവർക്ക് ഇരുന്ന് കരയേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ മാതൃക്കൾക്ക് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതാണ് ശരി. നമ്മുടെ മാതൃക്കൾ പരദേവത പോലെ ആവണം, കുടുംബ ദേവതകളാവണം. അല്ലാണ്ട് രക്തം കുടിക്കുന്നവരോ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവരോ മദ്യം കുടിക്കുന്നവരോ പുകവലിക്കുന്നവരോ ലഹരി ഉപയോഗിക്കുന്നവരോ ആവരുത് സ്ത്രീകള്. വിപ്ലവകാരികളാകരുത്. അതാണ് ഏറ്റവും വലിയത്. ഇന്ന് തെരുവിലേക്ക് ഇറക്കുകയാണ് സ്ത്രീകളെ, മുദ്രാവാക്യം വിളിക്കാനും പിക്കറ്റിംഗ് നടത്താനും കലാപകാരികളാക്കാനും. അവരിൽ നിന്നും കലാപകാരികളെ ജനിക്കുള്ളൂ, വിപ്ലവകാരികളെ ജനിക്കുള്ളൂ. വിവരമുള്ള ഒരാളും ജനിക്കില്ല അത്തരം മാതൃക്കളിൽ നിന്നും. വിപ്ലവകാരിയുടെ ഉദരത്തിൽ നിന്നും വിവേകശാലി ജനിക്കുവോ വിപ്ലവകാരി ജനിക്കുവോ? കലാപകാരി ജനിക്കും, ഉറപ്പാണ്. ആ കലാപകാരികളാണ് ഇന്ന് നാട് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഒരിക്കൽ കൂടി വിപ്ലവകാരികൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറയാത്ത ഒരു കേരളമാണ് നമുക്ക് ആവശ്യം. അതുണ്ടായ പരിഹാരമായി. വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ കലാപം ജയിക്കട്ടെ എന്നാണ്. ഏത് കലാപമാണ് ജയിച്ചാൽ ഇവിടെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയം, അതായത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ചിന്ത തൊട്ട് തീണ്ടാത്ത ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉള്ളു വളരെ കറുപ്പായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം. തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സത്യാവസ്ഥ, ഈ അറിവ് ഉണ്ടായാൽ അവരടുത്ത തലമുറ അവരുടെ മക്കളെ വളർത്തുന്ന രീതി മാറണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആഗ്രഹം. നമ്മുടെ മക്കളെ അമ്മമാര് വളർത്തട്ടെ, മതങ്ങളോ രാഷ്ട്രീയങ്ങളോ വളർത്താതെ നമ്മളുടെ അമ്മമാർക്ക് മക്കളെ വളർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജാതി സംഘടനകളും ഈ മതസംഘടനകളും എല്ലാവരും അമ്മമാർക്ക് അവരവരുടെ മക്കളെ തിരിച്ചു കൊടുക്കുവാൻ എല്ലാവർക്കും. ദൂരത്തിലല്ലാതെ അത് സംഭവിക്കുന്നതന്നെ നമുക്ക് വിചാരിക്കാം. അതെ, തീർച്ചയായിട്ടും ആ അമ്മമാര് മക്കളെ വളർത്തട്ടെ, അവര് വളരട്ടെ. ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കേട്ടു 3 വയസ്സ് വരെ അവര് മുലപ്പാൽ കുടിച്ച് വളരട്ടെ. അതാണ് അതിന്റെ അമ്മമാര് മക്കളെ വളർത്തുന്ന ഒരു കാലം വരട്ടെ. അതെ, ഇതിനെല്ലാം മാറ്റം വരും. മതങ്ങളും രാഷ്ട്രീയങ്ങളും ആ പണി ഏറ്റെടുക്കണ്ട, ആ അമ്മമാരുടെ ജോലി ഏറ്റെടുക്കണ്ട. രാഷ്ട്രീയ സംഘടനകളും ഏറ്റെടുക്കണ്ട, ജാതി സംഘടനകളും ഏറ്റെടുക്കണ്ട. ഒരു സംഘടനയും പകരമല്ല അമ്മമാർക്ക്. അതാണ്, അമ്മയ്ക്ക് പകരം മറ്റൊന്നുമില്ല. അതാണ് മാതൃ എന്ന് പറഞ്ഞാൽ. മറ്റു മാതൃകകളൊന്നുമില്ല. അത് സ്വജീവനെ ത്യജിച്ച് തൃണവൽക്കരിച്ച് ത്യാഗം ചെയ്യുവാൻ ശേഷിയുള്ളതാണ് മാതൃ എന്ന് പറയുന്നത്. മറ്റു മാതൃകയൊന്നും അതില്ല. അതിനും പകരം വെക്കാൻ പറ്റുന്ന ഒരു മാതൃകയും ലോകത്ത് ഇന്ന് വരെ ഇല്ല. അത് ഒരു മതവും ഒരു ജാതി സംഘടനയും ഒരു രാഷ്ട്രീയ സംഘടനയും ഒരു പ്രസ്ഥാനങ്ങളും ഒരു യുവജന പ്രസ്ഥാനങ്ങളും അത് ഏറ്റെടുക്കണ്ട. അതൊരു നവോത്ഥാനത്തിനും കാരണമാകില്ല. ഇത് സർവനാശത്തിനേ കാരണമാകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.
അല്ലെ? അത് മതി സന്തോഷി, അതിക്കുള്ളൊന്നും തന്നെ നമുക്ക് പറയാനില്ല. അതെ. ശ്രവിക്കാൻ ശേഷിയുള്ള ജനത ഉണ്ടോ ഇവിടെ? തർക്കമുണ്ട്. ശ്രവണ ശേഷി പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഇത് ഷെയർ ചെയ്യാൻ പറ്റും ആരും ധൈര്യപ്പെടില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞത് വലിയ പാതകമായിട്ടേ വരുള്ളൂ. അത് അങ്ങനെയാണ്. പക്ഷെ എങ്കിൽ പോലും അറിവുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് ഗുണം വരട്ടെ. അത് അങ്ങ് വളരെ അഗാധമായ ഒരു വലിയ അഗാധ ഗർത്തത്തിൽ നിന്നാണ് ഈ നല്ല സന്ദേശം എടുത്ത് ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നമ്മുടെ മക്കളെ ഒരു കാര്യവും കൂടി അതിനകത്തൊന്ന് സൂചിപ്പിക്കാനുണ്ട് ചേച്ചി. അതായത് നമ്മുടെ മക്കളെ 2 വയസ്സ് കഴിയുമ്പോൾ ഇട്ടെറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രവണത ഡേ കെയറിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഈ മക്കളെ നോക്കാതെ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്. അതെ അതെ. വിദേശത്ത് പോകുന്നവരുണ്ട്. അവരെല്ലാം ട്രാക്കുളകളെയാണ് ഈ നാട്ടിൽ വളർത്താൻ ഏൽപ്പിക്കുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വേണം പോകാനായിട്ട്. നല്ല പൗരനായിട്ട് വളരണമെങ്കിൽ ആ അമ്മയോടൊപ്പം മക്കൾ വളരുവാനുള്ള ഒരു സാഹചര്യം നയങ്ങളിലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അധികാരവർഗത്തിനും അറിവുണ്ടാകണം സന്തോഷി. നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അമ്മമാർക്ക് ആ പ്രസവത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ആ 1.5 വർഷം ആ കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം, ആ അമ്മയ്ക്ക് ആ കുട്ടിയോടൊപ്പം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റും അതിന് മുൻകൈ എടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ വേണം. രോഗികൾക്കും അനാഥർക്കും വൃദ്ധർക്കും മറ്റുള്ളവർക്കും എല്ലാം സദനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തേണ്ടതല്ല. പക്ഷെ അതൊന്നും ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വരണം. അതെ. നല്ല മക്കളെ വളർത്താനുള്ള സർക്കാരിന്റെ നല്ല മക്കളുണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയും രോഗി പോലും ആവില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് എവിടെ തുടങ്ങണം? അത് അമ്മമാരിലേക്ക് തിരിച്ചു വരണം. മാതൃത്വം ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അമ്മമാരെ സംരക്ഷിക്കണം. തീർച്ചയായിട്ടും ആ അമ്മമാർക്ക് മാതൃത്വം തിരിച്ചു കൊടുക്കൂ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവര്, വിപ്ലവകാരികള്, മതത്തിന്റെ മേലങ്കി അണിഞ്ഞവരെല്ലാം ആ മാതൃത്വത്തിലേക്ക് തിരിച്ചു സന്തോഷമായിട്ട് ആഗ്രഹത്തിനനുസരിച്ച് സ്വന്തം കുട്ടികളെ വളർത്താനുള്ള സാഹചര്യം അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആ കവചം ഉണ്ടാക്കി കൊടുക്കണം ഇവിടുത്തെ അധികാരികൾ. അതെ. നമ്മുടെ മക്കൾ ജനിക്കേണ്ടത് പ്രേമത്തിൽ നിന്നാണ്, സ്നേഹത്തിൽ നിന്നാണ്, കാമത്തിൽ നിന്നല്ല എന്നുള്ള ഒരു വസ്തുതയും അറിയണം. കാമത്തിൽ നിന്ന് കുട്ടികൾ ജനിച്ചാൽ കാലന് തുല്യം. നല്ല പ്രേമത്തിൽ നിന്നും നല്ല അറിവിൽ നിന്നും കുട്ടികൾ ജനിക്കട്ടെ. അങ്ങ് വലിയ കുറച്ച് സന്ദേശങ്ങളാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. വളരെ ആശയപരമായിട്ട് ഔന്നത്യമുള്ള സന്ദേശങ്ങൾ. തീർച്ചയായിട്ടും ഇതൊരു അറിവാണെങ്കിൽ എല്ലാ അമ്മമാരും ഇത് കേൾക്കണം. നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് അമ്മമാര് അവരുടെ സ്നേഹം, അവരുടെ അറിവിൽ നിന്ന് ജനിച്ച ആ സ്നേഹം മക്കൾക്ക് കൊടുത്ത് മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തണം. ഒരു നല്ല നാളെ നമുക്ക് തീർച്ചയായിട്ടും സ്വപ്നം കാണാൻ വളരെ നന്ദിയുണ്ട് സന്തോഷ്. വളരെ നന്ദി. ഒരുപാട് സന്തോഷം. നമസ്തേ.